മലയാള സിനിമയുടെ സീമന്ത രേഖയിലേക്ക് ചിരിയുടെ അകമ്പടിയോടുകൂടി കഥകൾ പറഞ്ഞതാണ്. 95-ൽ ആദ്യത്തെ കൺമണി എന്ന രാജസൻ ചിത്രത്തിലൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായി നാന്തി കുറിക്കും. ശേഷം സിദ്ദിഖിനോടൊപ്പവും റാഫി ബക്കറിനോടൊപ്പം അസിസ്റ്റന്റായി അസോസിയേറ്റായി പ്രവർത്തിച്ചു വന്നു. 2001-ൽ റാഫി ബക്കറിന്റെ തന്നെ തിരക്കഥയിൽ വൺമാൻ ഷോ എന്ന ആദ്യ ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി രംഗപ്രവേശനം. ഒരുപക്ഷെ ഇദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല പിൽക്കാലത്ത് മലയാള സിനിമാ ശാഖയിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിത്വമായി താൻ മാറുമെന്ന്. തൊട്ടത് മുഴുവൻ പൊന്നാക്കിയ സംവിധായക ശ്രേഷ്ഠനെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം മനോളം പുകഴ്ത്തി. മലയാള സിനിമയിൽ ഒരുപക്ഷെ ചിരിയുടെ ഒരു വേറിട്ട തലങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ്. ഒട്ടനവധി പ്രമുഖരായ തിരക്കഥാകൃത്തുക്കളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് വലിയ വലിയ സൃഷ്ടികൾ ബെന്നി പി നായരമ്പലമായിട്ടാണെങ്കിലും റാഫി ബക്കറിനായിട്ടാണെങ്കിലും കലവൂർ രവികുമാർ, അതുപോലെ സച്ചി സേതു, അങ്ങനെ ഒട്ടനവധി നല്ല നല്ല ഹാസ്യത്തിലൂടെ വലിയ വലിയ കഥകൾ പറഞ്ഞ് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിക്കുകയൊക്കെ ചെയ്ത 2001-ൽ വൺമാൻ ഷോ എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഒരു ഷാഫി മാൻ ഷോ എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിച്ച, കൈയടിപ്പിച്ച, പൊട്ടിച്ചിരിപ്പിച്ച ശേഷം വന്ന ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തവും ഹാസ്യത്തിന്റെ അകമ്പടിയോടുകൂടി ഹാസ്യത്തിന്റെ മാലപ്പടക്കം പൊട്ടിച്ച് നമ്മെ ചിരിപ്പിക്കുകയും ഇന്നും നമ്മൾ പറഞ്ഞു പാടി നടക്കുന്ന ഓരോ കഥാപാത്രങ്ങളും ഷാഫിയിൽ നിന്നുണ്ടായതാണ്. ഷാഫിയുടെ ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. തന്റെ സിനിമ കണ്ട് കരഞ്ഞു വിളിച്ച് നിലവിളിച്ചുകൊണ്ട് തിയേറ്റർ വിട്ടു പോകരുത്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാത്രമേ എല്ലാവരും തിയേറ്റർ വിടാവൂ. ഷാഫിയുടെ തന്നെ പല ഇന്റർവ്യൂകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്പനും മക്കളും, ചോക്ലേറ്റ്, മായാവി, എല്ലാ ചിത്രങ്ങളും നമുക്ക് ആ സിനിമയുടെ പേരുകൾ പറയുമ്പോൾ തന്നെ ഒരു ചിരിയോടുകൂടി അല്ലാതെ നമുക്ക് ആ സിനിമയെ ഓർക്കാൻ കഴിയും. പുലിവാൽ കല്യാണം എന്ന് പറയുന്ന ഒരു ചിത്രം തന്നെ അത് ഷാഫിയുടെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. പുലിവാൽ കല്യാണത്തിന്റെ ഒരു ഫസ്റ്റ് ലൈൻ സ്റ്റോറി പറയുമ്പോൾ അതിന്റെ പ്രൊഡ്യൂസറോ ആരോ ആണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഈ സിനിമ കുറച്ച് ലാഗാണല്ലോ, അല്ലെങ്കിൽ ഇത് ഈ ഒരു പ്ലോട്ടിലാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുംബൈയിൽ നിന്ന് ഒരു ടാക്സി പുറപ്പെട്ടിട്ടുണ്ട്. ആ ടാക്സിയിൽ 2 പേരുണ്ട്, മണവാളനും ധർമ്മേന്ദ്രയും. അവര് കേരളത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ, ഈ പറയുന്ന ജോണറും എല്ലാം മാറും. കാരണം വേറൊരു തലത്തിലേക്ക് പോകും. ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. സിനിമയുടെ ആദ്യത്തെ കുറച്ച് പോർഷൻസ് കഴിഞ്ഞ് പിന്നീട് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ടാക്സി എന്ന് പറയുന്നത് ചിരിയുടെ ഒരു വലിയ ലഗേജുമായിട്ട് വന്ന ഒരു ടാക്സിയായിരുന്നു. ഇന്ന് ഷാഫി എന്ന ഹാസ്യരസായന കൂട്ടിന്റെ അമരക്കാരനെ കുറിച്ച് വാദോരാതെ പറയുമ്പോഴും നിശബ്ദമാകുന്നുണ്ട് പല കാര്യങ്ങളും. മരണം അങ്ങനെയാണ്, രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് കേട്ട് തഴമ്പിച്ചൊരു വാക്കാണത്. കഠിനമായി പോയി ഈ ഒരു പെട്ടെന്നുള്ള യാത്ര പറച്ചിലെന്ന് പറയാതെ പറഞ്ഞു പോകുന്നു. അവസാനം പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം 2022-ലായിരുന്നു ആ ചിത്രം റിലീസ്. അത് കഴിഞ്ഞ് ഒരുപാട് ചിത്രങ്ങൾ ഷാഫിയുടെ മനസ്സിലുണ്ടായിരുന്നു. ദിലീപുമായിട്ടാണെങ്കിലും അതുപോലെ മമത മോഹൻദാസ് ഒക്കെ അവരുടെ പോസ്റ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഞെട്ടലോടുകൂടി അല്ലാതെ ഈ വാർത്തകൾ ഇതാണ്. നമുക്ക് ചില വാർത്തകൾ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് ആരാധിക്കുന്ന അവരുടെ സൃഷ്ടിയിലൂടെയാണ് നമ്മൾ അവരെ ആരാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സൃഷ്ടികർത്താക്കൾ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു അസ്തമയം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന അത് ശരിക്കും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. ഷാഫി എന്ന് പറയുന്ന മഹാനുഭാവനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരുപാട് ആരാധിച്ചിരിക്കുകയും അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. മലയാള സിനിമയിൽ ഇപ്പോഴും മാറ്റി നിർത്താൻ പറ്റാത്ത പ്രതിഭാശാലികളിൽ ഒരാൾ തന്നെയാണ് ഷാഫി. ഷാഫിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. പ്രണാമം.